ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 53. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. അവധിയായിരുന്നത് കൊണ്ട് തന്നെ അന്നെല്ലാവരും ഇത്തിരി താമസിച്ച് തന്നെയാണ് എഴുന്നേറ്റതും. തലേന്ന് രാത്രി ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കിടന്നതിനാൽ വൈശുവും എഴുന്നേൽക്കുവാൻ ഏറെ വൈകി. അതുകൊണ്ട് തന്നെ ഒട്ടൊരു ചടപ്പോടുകൂടിയാണ് അവൾ രാവിലെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റതും ഒരു കാക്കക്കുളിയും കഴിച്ച് അടുക്കള ലക്ഷ്യമാക്കി നടന്നതുമൊക്കെ. എന്താ മോളെ, വയ്യാഴിക വല്ലതും തോന്നുന്നുണ്ടോ? അവളെ കണ്ട ഉടൻ തന്നെ ചെയ്തുകൊണ്ടിരുന്ന അടുക്കളപ്പണി നിർത്തിവെച്ചിട്ട് ലക്ഷ്മി വൈശുവിന് നേരെ തിരിഞ്ഞ് ആശങ്കയോടെ തിരക്കി. ഏയ്, ഒന്നുമില്ല ലക്ഷ്മി അമ്മേ, എഴുന്നേക്കാൻ ഇത്തിരി വൈകിപ്പോയി, അതാ. അവളൊന്ന് പരുങ്ങി കളിച്ചു. അതൊന്നും സാരിയില്ല. നീ എഴുന്നേക്കാൻ വൈകിയപ്പോൾ ഞാൻ വിചാരിച്ചു നിനക്ക് വല്ല വയ്യാഴികയായിരിക്കുമെന്ന്. 1-2 വട്ടം ഞാൻ വന്ന് നോക്കിയിരുന്നു. മോള് നല്ല ഉറക്കമായിരുന്നു. അവർ ഒന്ന് ചിരിച്ചുകൊണ്ട് നിർത്തിവെച്ച പണികളിലേക്ക് തിരിഞ്ഞു. വൈശു അവരുടെ അരികിലായി ചെന്ന് നിന്നു. ഫ്ലാസ്കിൽ കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോ മോളെ. എൻ്റെ കയ്യിലാണെ അപ്പടി മാവ. ഇലയുടെ പരത്തിക്കൊണ്ടിരുന്ന ലക്ഷ്മി അവളെ നോക്കി പറഞ്ഞു. ഞാനെടുത്ത് കുടിച്ചോളാം ലക്ഷ്മി അമ്മേ. അവൾ സ്റ്റാൻഡിൽ നിന്നും ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഫ്ലാസ്കിൽ നിന്നും ചൂട് ചായ ഒഴിച്ചെടുത്തു. എന്നിട്ട് അതുമായി കിച്ചണിൻ്റെ കോർണറിലായി ഇട്ടിരിക്കുന്ന ഒരു കസേരയിലേക്ക് ചെന്നിരുന്ന് കുടിക്കുവാനായി തുടങ്ങി. അമ്മേ, ചായ. അപ്പോഴാണ് അടുക്കള വാതിൽക്കൽ നിന്നും മഹാദേവൻ്റെ ഒച്ച അവർ കേൾക്കുന്നത്. അവനെ അവിടെ പൊടുന്നനെ കണ്ടതും വൈശുവിൻ്റെ കണ്ണുകൾ സ്വയം അറിയാതെ പ്രണയത്താൽ വിടർന്നുപോയി. ദേവാ, ഞാനൊരു പണിയിലാണ്, നീ വന്നെടുത്ത് കുടിച്ചോ. ലക്ഷ്മി തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു. ആ എന്ന് മൂളിക്കൊണ്ട് അവനകത്തേക്ക് കയറി. പാതകത്തിന് മുകളിലായി വെച്ചിരിക്കുന്ന ഫ്ലാസ്കിന് നേരെ നടക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഇരിക്കുന്ന വൈശാഖിയെ അവൻ കണ്ടിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ചായ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുന്നതിനിടയിൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് മഹാദേവൻ ആ ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ ഓക്കെയാണ് സർ, അവൾ ഭവ്യതയോടെ മറുപടി നൽകി. എന്നിട്ട് കള്ളത്തരം മറയ്ക്കാൻ വേണ്ടി മുഖം കുനിച്ചിരുന്നു. ചായയുമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന മഹാദേവനെ ഒളിക്കണ്ണിട്ടുകൊണ്ട് വൈശാഖി വീണ്ടും നോക്കി. രാത്രി മുഴുവൻ പെരുമഴയായിരുന്നു. പറമ്പിൽ എന്തൊക്കെ ഒടിഞ്ഞു വീണെന്നും പറഞ്ഞ് ബാലേട്ടൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശർക്കര കൂട്ടിയിട്ട് വാഴയിലയിൽ പരത്തിയെടുത്ത അട മുഴുവൻ ഇഡലിക്കുട്ടകത്തിലേക്ക് നിരത്തി വെക്കുന്നതിനിടയിൽ ലക്ഷ്മി പറഞ്ഞു. അയ്യോ, ഒത്തിരി നശിച്ചു പോയിട്ടുണ്ടാവോ ലക്ഷ്മിയമ്മേ? അവൾക്ക് സങ്കടം വന്നു. അറിയില്ല മോളെ, ദേവൻ എണീക്കുന്നതിന് മുൻപേ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ ബാലേട്ടൻ. ആ തൊടിയിലെ വല്ലതെന്ന് ആശ എന്നറിഞ്ഞ ആ ചെക്കന് പ്രാന്ത് പിടിക്കും. കുട്ടകത്തിൻ്റെ അടപ്പടച്ചിട്ട് അടുപ്പിലെത്തി ഒന്നും കൂടി പൊലിപ്പിച്ചു വെച്ച് ലക്ഷ്മി. ഞാനിവിടെ പോട്ടെ. കാലിയായ ചായ ഗ്ലാസ് കഴുകി വെച്ചിട്ട് അവൾ ലക്ഷ്മിയമ്മയുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി. പുറത്തപ്പടി തണുപ്പാവുഞ്ഞേ. അവരാ പെണ്ണിനെ തടഞ്ഞു. അത് സാരമില്ല ലക്ഷ്മിയമ്മേ, ഞാൻ പോട്ടെ. അവൾ ഉത്സാഹത്തിലായിരുന്നു. സൂക്ഷിച്ചു പോണേ. ലക്ഷ്മി ഒരു ചിരിയോടെ പറഞ്ഞതും വൈശു തുള്ളിക്കൊണ്ട് അടുക്കള വാതിലിൻ്റെ പടികളിറങ്ങി. അടുക്കള മുറ്റത്തെ നനഞ്ഞ മണ്ണിലേക്ക് കാലുകൾ വെച്ചപ്പോൾ അവളുടെ ശരീരം ഒന്ന് കുളിർന്നു വിറച്ചു. ഒരു സുഖമുള്ള തണുപ്പ്, നാട്ടിൻപുറത്ത് മാത്രം കിട്ടുന്ന ഒരു അനുഭവം. മഴ തോർന്നെങ്കിലും പുറത്തെ കാറ്റിന് പോലും വല്ലാത്ത തണുപ്പാണ്. മുറ്റത്ത് അവിടെ ഇവിടെയുമായി മഴയുടെ ബാക്കിയായ വെള്ളക്കുഴികൾ ഉണ്ടായിട്ടുമുണ്ട്. അവൾ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള പറമ്പ് ലക്ഷ്യമാക്കി ധൃതിയിൽ പാഞ്ഞു. വൈശു തൊടിയിലേക്കുള്ള തിട്ട കയറിയ ഉടൻ തന്നെയാണ് ആ ചെറുകാറ്റ് ആഞ്ഞു വീശിയത്. മുകളിൽ പന്തല് പോലെ കയറ്റിവിട്ടിരിക്കുന്ന കോവലിൻ്റെ പടർപ്പിൽ നിന്നും വെള്ളത്തുള്ളികൾ ഒരു മഴ പോലെ അവളുടെ ദേഹത്തേക്ക് പൊടുന്നനെ പെയ്തു വീണു. ഊഹ്! കൈക്ക് മുകളിൽ വീണ വെള്ളത്തുള്ളികളെ തുടച്ചു മാറ്റിക്കളഞ്ഞിട്ട് അവൾ വിറച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി. ബാലു! ഉള്ളിലേക്ക് ചെന്നിട്ടും ഭാസ്കരനെ കാണാഞ്ഞതും അവൾ ഇത്തിരി ഉച്ചത്തിൽ തന്നെ വിളിച്ചു. ബാലു! പെണ്ണ് വീണ്ടും വിളിച്ചു. ഇതെവിടെ പോയി കിടക്കുവാ? അവിടെയെങ്ങും കാണാഞ്ഞിട്ട് വൈശാഖി കുളത്തിൻ്റെ അരികിലൊന്ന് ചെന്ന് നോക്കി. പടികൾക്ക് മുകളിൽ നിന്നും താഴേക്കാണ് നോക്കിയത്. കാരണം അവിടുത്തെ മഞ്ഞച്ചേര തന്നെ. അവിടെയും കാണാതെ വന്നപ്പോൾ വൈശാഖി നേരെ വാഴത്തോട്ടത്തിലേക്ക് നടന്നു. മഴയിൽ ചാഞ്ഞു പോയ വാഴകൾ പലതും ബാലു കയറ് വലിച്ച് നേരെ കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയുമായി വെള്ളം നിറഞ്ഞ് ചെളിക്കുണ്ടുപോലെ ആയിരുന്നു പറമ്പ് മുഴുവനും. ഇടയ്ക്കൊക്കെ തെറ്റാൻ പോയെങ്കിലും പെണ്ണ് എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്ത് നിലയുറപ്പിച്ചു. ചെരുപ്പിടാതെ വന്നതിനെ അവൾ സ്വയം വഴക്കു പറഞ്ഞു. ബാലു ഇനി തിരിച്ചു വന്ന് കാണുമോ? തൊടിയിൽ മൊത്തം നോക്കിയിട്ടും ഭാസ്കരനെ കാണാഞ്ഞിട്ടാവാം ഒരു നിമിഷം ചിന്തിച്ച് നിന്നവൾ
തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയത്, അതും ഒട്ടൊരു നീരസത്തോടെ. അതേ സമയത്താണ് തലേന്ന് വൈകുന്നേരം വരെ തൊട്ട് പെയ്യുന്ന മഴ കാരണം ഇര പിടിക്കാതെ വിശന്നിരുന്ന നമ്മുടെ മഞ്ഞച്ചേര പാട്ടും പാടി ആ വഴി വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങിയത്. ആശ നേരെ ചെന്നതോ ഭൂലോക പേടിക്കാരിയായ വൈശുവിൻ്റെ മുന്നിലേക്കും. പിന്നീട് അവിടെ നടന്നത് സിനിമയെപ്പോലും വെല്ലുന്ന രംഗങ്ങളായിരുന്നു. ഒരു നിമിഷം രണ്ടുപേരും പകപ്പോടെ മുഖാമുഖം നോക്കി നിന്നു. രണ്ടുപേരിലും ഒടുക്കത്തെ ഭയമായിരുന്നു. പക്ഷെ അവർക്ക് പരസ്പരം അറിയില്ലായിരുന്നു എന്ന് മാത്രം. എന്തൊക്കെയാണെങ്കിലും ആദ്യം വഴിതിരിഞ്ഞോടിയത് ചേരമോൻ തന്നെയായിരുന്നു. ഒരു നിമിഷം കൂടി കഴിഞ്ഞപ്പോഴാണ് വൈശാഖിക്ക് വെളിവ് വന്നതും കാറിക്കൊണ്ട് മുന്നോട്ടേക്ക് ഓടിയതും ഒക്കെ. ഇവള് 200-ൽ പാഞ്ഞു. ഒടുവിൽ ചെളിക്കുണ്ടിൽ തെറ്റി വീണെങ്കിലും പേടിയേടെ എഴുന്നേറ്റ് വീണ്ടും ഓടി. ഒടുവിൽ നേരെ ചെന്ന് ലാൻഡായത് അപ്രതീക്ഷിതമായി ആ നേരം അങ്ങോട്ടേക്ക് വന്ന മഹാദേവൻ്റെ നെഞ്ചിലേക്കും. പറമ്പിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന ഭാസ്കരൻ വെട്ടിവെച്ചിരിക്കുന്ന വാഴയിലുകൾ എടുത്തുകൊണ്ട് വരുവാൻ വേണ്ടി പറഞ്ഞു വിട്ടതായിരുന്നു മകനെ. വൈശു ആയത്തിൽ ചെന്നവനെ ഇടിച്ചത് കാരണോ തെന്നിക്കിടക്കുന്ന ചെളിയിൽ ദേവൻ കാലുകൾ ഉറപ്പിച്ച് നിന്നത് കാരണമോ എന്നറിയില്ല. രണ്ടും കൂടി പറമ്പിലെ ചെളിയിലേക്ക് നിലതിറ്റ് വീണു. മഹാദേവൻ പിന്നിലേക്ക് വീഴാൻ പോകുന്നതിന് മുൻപേ തന്നെ അവളെ കയറി പിടിച്ചതുകൊണ്ട് മാത്രം വൈശു പരിക്കൊന്നും കൂടാതെ അവൻ്റെ ശരീരത്തിന് മുകളിലായി കിടന്നു. നടുവിടിച്ച് വീണതും ചെളി പുതഞ്ഞതും അവൻ മാത്രമായിരുന്നു. അയ്യോ അമ്മേ, എൻ്റെ നടു ആരെ കെട്ടിക്കാൻ വേണ്ടി അടി പുല്ലേ മോളെ, മിസൈൽ പോലെ പാഞ്ഞത്. ചെക്കൻ വേദന കൊണ്ട് അലറി. അവൻ്റെ ആക്രോശത്തിൽ വീണ്ടും പേടിച്ചു പോയവൾ അവനെ ഇറുക്ക കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ചെക്കൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കളഞ്ഞു. എഴുന്നേറ്റ് പോടി. മുകളിൽ കിടക്കുന്നവളുടെ ഭാരം കാരണം എഴുന്നേൽക്കാൻ വയ്യാതെ പോയവൻ അവളെ തള്ളി മറിച്ചിടാൻ നോക്കി. എവിടെ? ഉടുമ്പ് പിടിക്കുന്നത് പോലെ കൈയും കാലും കൊണ്ട് അള്ളിപ്പിടിച്ച് ദേവൻ്റെ മുകളിൽ കിടക്കുകയാണ് പെണ്ണ്. ഒന്നിറങ്ങ്. വൈശാഖിയെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ അവനൊന്ന് മലക്കം മറിഞ്ഞു. ഭയം കൊണ്ട് വിറച്ചപ്പോൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറി മുറുക്ക പിടിച്ചുകൊണ്ട് തന്നെ അപ്പോഴും അവനടിയിലായി അനങ്ങാതെ അങ്ങനെ തന്നെ കടന്നു. ചെളിയിൽ പുതഞ്ഞു നടക്കുന്ന ആ 2 മനുഷ്യക്കോലങ്ങളെ ആരെങ്കിലും ഒന്നെടുത്ത് കുളത്തിലേക്ക് എറിയാവോ? വന്ന് കൈയും കാലും കഴുകുക. വെള്ളത്തിലിറങ്ങി കാലിലും കയ്യിലും പുരണ്ട ചെളി കഴുകി കളയുന്നതിനിടയിൽ ഇനിയും പേടിച്ചു വരച്ച് നിൽക്കുന്നവളെ നോക്കി മഹാദേവൻ നിർദ്ദേശിച്ചു. ആശാട്ടി ഇപ്പോഴും പാമ്പിനെ പേടിച്ച് കുളപ്പടികൾക്ക് മേലാണ് നിൽപ്പ്. വീണിടത്ത് നിന്നും ഒരു വിധത്തിലാണ് പെണ്ണിനെ പിടിച്ചു വലിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തിയതും. ഇങ്ങനെയുണ്ട് ഒരു പേടിക്കാരി, ഒന്ന് വഴക്ക് പറയാൻ പോലും പറ്റില്ല. അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നെടുവീർപ്പെട്ടു. ആഹാ, വരില്ലെന്ന രീതിയിൽ വൈശുകൊച്ച് അവനെ തലയാട്ടി കാട്ടി. ചെളിയിൽ പുരണ്ടു നിൽക്കുന്ന ആ രൂപം കുളത്തിലും പരിസരത്തും ആ നേരം മഞ്ഞച്ചേരയെ തിരയുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഈ ചെളിയും വെച്ചോണ്ട് വീടിനകത്തേക്ക് കടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അനങ്ങാപ്പാറ പോലെ നിൽക്കുന്നവളെ കണ്ടിട്ട് ചെക്കൻ്റെ ഒച്ച ഇത്തിരി ഉച്ചത്തിലായി. എനിക്ക് പേടിയാ, അവൾ മെല്ലെ പറഞ്ഞു. കാരണം ഇത്തിരി മുൻപേ കണ്ട ആ വലിയ മഞ്ഞച്ചേരയായിരുന്നു അപ്പോഴും പെണ്ണിൻ്റെ കണ്ണിന് മുൻപിൽ തെളിഞ്ഞു നിന്നത്. ഇവളെ ഇന്ന് ഞാൻ ഇതൊരു നടക്കി പോകില്ലെന്നുറപ്പായതും വേറെ ഗത്യന്തരമില്ലാതെ പിറുപിറുത്തുകൊണ്ടവൻ മെല്ലെ മുകളിലേക്കുള്ള പടികൾ കയറി. എന്നിട്ട് വൈശാഖിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് താഴേക്കുള്ള പടികൾ ഇറങ്ങുവാനായി തുടങ്ങി. ആ പാമ്പ് ഇവിടെങ്ങാനും കാണും, എനിക്ക് പേടിയാ. ഞാൻ വീട്ടിലെ ബാത്റൂമിൽ പോയി കുളിച്ചോളാം. മഹാദേവൻ മുന്നോട്ടേക്ക് വലിക്കുന്നതിനനുസരിച്ച് പെണ്ണ് പിന്നിലേക്ക് ആയം കൊടുക്കാൻ നോക്കി. ഇവിടെ കഴുകി കളഞ്ഞിട്ട് വീട്ടിൽ പോയി കുളിച്ചോ. ശക്തിയോടെ അവളെ വലിച്ചു കൊണ്ടുപോയി കുളത്തിൻ്റെ അവസാന പടിയിൽ നിർത്തിയവൻ. എനിക്ക് പേടിയാ, ഇതിനകത്ത് അത് കാണും. അവൾ കുളത്തിലെ വെള്ളത്തിലേക്ക് തുറച്ചു നോക്കി. മഹാദേവൻ അരിശം വന്നു. എന്നാലും അവനത് പാടുപെട്ട് ഉള്ളിലടക്കി. കാരണം എന്ത് കണ്ടാലും പറഞ്ഞാലും ഒരു പാനിക് അറ്റാക്കിന് വേണ്ടി എപ്പോഴും തയ്യാറായി നിൽക്കുന്നവളാണ്. അതുകൊണ്ട് തന്നെ വളരെ മൃദുവായി മാത്രമേ അവളോട് പെരുമാറൂ എന്നവൻ ഇതിനോടകം തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. വൈശാഖി, ആ പാമ്പ് നിന്നെ കണ്ടപ്പോൾ തന്നെ ഈ ജില്ല വിട്ട് കാണും. അതെങ്ങും ഇവിടെ കാണത്തില്ല. ദേ, ഞാനിവിടെ വെള്ളത്തിലല്ലേ നിൽക്കുന്നേ, നീ കഴുകിക്കോ. അത് വന്നാൽ തന്നെ ഞാൻ നോക്കിക്കോളാം. അവൻ വളരെ സമാധാനമായിട്ട് പറഞ്ഞു കൊടുത്തു. ആ, അവൻ തന്നെ നോക്കുമെന്നുള്ള വിശ്വാസത്തിലോ അതോ അവൻ പറഞ്ഞതുപോലെ ആ ചേരപ്പാമ്പ് ഈ ജില്ല വിട്ടു പോയെന്നുള്ള വിശ്വാസത്തിലോ വൈശാഖി ദേവനെ അനുസരിച്ചു. അവൾ മെല്ലെ കുളത്തിലേക്ക് ഇറങ്ങി. വിറിച്ചാണെങ്കിലും പതിയെ കൈക്കുമ്പിളിൽ വെള്ളം കോരിപ്പിടിച്ച് മുഖവും കൈകാലുകളും വെപ്രാളത്തോടെ വൃത്തിയാക്കി. കഴിഞ്ഞു പോകാം. വൈശാഖിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നായി. ദേ, മുഖത്തിനി ഇരിക്കുന്നു.
അവൾ പറഞ്ഞത് കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ദേവൻ അവളുടെ കഴുത്തിലേക്ക് വിരൽ ചൂണ്ടി. വൈശാഖി അവൻ ചൂണ്ടിക്കാട്ടിയിടത്ത് ഒരു വട്ടം കൂടി വെള്ളം ഒഴിച്ചു കഴുകി. പോയോ? കഴുത്തിലേക്ക് പെണ്ണവളുടെ വിരലുകൾ നീണ്ടു ചെന്നു. പോയി. അവനിൽ നിന്നും മറുപടി അപ്പോൾ തന്നെ എത്തി. എന്നാൽ നമുക്ക് പോകാം. വെള്ളമില്ലാത്ത പടിയിലേക്ക് അവൾ പെട്ടെന്ന് കയറി നിന്നു. ആ, പോകാം. അവനും മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. വീടെത്തുന്നിടം വരെ മഹാദേവൻ്റെ ഒപ്പം തന്നെ അവൾ നടന്നു. ലക്ഷ്മിയെ, ദേ 2 പിച്ചക്കാർ വന്നേക്കുന്നു. ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരുന്ന ബാലു മുറ്റത്തു നിന്നും പടികൾ കയറുന്നവരെ ഇരുവരെയും കണ്ടിട്ട് തലയറിഞ്ഞ് ചിരിക്കാനായി തുടങ്ങി. ദേ ബാലു. അവൾ ഭാസ്കരൻ്റെ നേരെ കണ്ണുരുട്ടി. അത്രയും നേരം പാമ്പിനെ ഓർത്ത് പേടിച്ച് വിറച്ചു നിന്നവൾ ഭാസ്കരൻ്റെ പ്രകടനം കണ്ടപ്പോഴേക്കും അതപ്പാടെ മറന്നുപോയി എന്ന് പറയുന്നതാവും ശരി. അവൾക്കൊരേ സമയം നാണക്കേടും ചമ്മലും ഉണ്ടായി. നീയും നിന്റെ സാറും കൂടെ കന്നിനെ പൂട്ടാൻ വേണ്ടി പോയിരിക്കുമായിരുന്നോ? ബാലു അവളെ വെറുതെ വിടുന്ന ലക്ഷണമില്ലായിരുന്നു. ബാലു ഒരീണത്തിൽ വിളിച്ചുകൊണ്ട് കസേരയിലിരിക്കുന്ന ഭാസ്കരനെ പോയി കെട്ടിപ്പിടിച്ചു പെണ്ണ്. കാരണം ഇനിയും കളിയാക്കലുകൾ കേട്ട് നിൽക്കാൻ അവളെ കൊണ്ടപ്പോൾ കഴിയുമായിരുന്നില്ല. അവളുടെ ദേഹത്തെ ചെളിയും ചേറുമെല്ലാം ഒരു നിമിഷം കൊണ്ട് ബാലുവിൻ്റെ ടീഷർട്ടിലേക്ക് പടർന്നു. എടീ! വൈശുവിൻ്റെ പ്രവൃത്തി അപ്രതീക്ഷിതമായതിനാൽ അയാൾ പൊടുന്നനെ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്നോട് കളിച്ചാ അങ്ങനെ ഇരിക്കും. ഭാസ്കരൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നറിയുന്നവൾ അയാളുടെ അടുത്തു നിന്നും വേഗത്തിൽ വീടിനകത്തേക്ക് ഓടിക്കയറി. നിൽക്കേടി അവിടെ, നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ ശരിയാക്കിത്തരാം. ഷേ, നാറുന്നു. അവൾക്ക് പിന്നാലെ നൂറേൽ ബാലുവും പാഞ്ഞു. വൈശു അപ്പോഴേക്ക് ഓടിപ്പോയി മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് കഴിഞ്ഞു. എടി, തുറക്കടി വാതിൽ. ഭാസ്കരൻ ഡോറിൽ തട്ടി വിളിച്ചു. ഇല്ല, ഞാൻ തുറക്കില്ല. മുറിയുടെ അകത്തു നിന്നും അവളുടെ പൊട്ടിച്ചിരിയോട് കൂടിയ മറുപടി പുറത്തേക്ക് കേൾക്കാനായി. നീ വായേ, നിനക്കിട്ട് തരാവേ. കുറച്ചു നേരവളെ മുറിയുടെ വാതിൽക്കൽ നോക്കി നിന്നിട്ട് അയാൾ നിസ്സഹായതയോടെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. പുറത്തു നിന്നും ബാലുവിൻ്റെ ഒച്ചയൊന്നും കേൾക്കാത്തതുകൊണ്ടാവാം വൈശാഖി അല്പനേരം കൂടെ അവിടെ നിന്നിട്ട് കുളിക്കുവാനായി ബാത്റൂമിലേക്ക് കയറിയത്. അതേസമയം വൈശാഖിയുടെയും ഭാസ്കരൻ്റെയും കുഞ്ഞുകളി കണ്ടിട്ട് തലയൊന്ന് കുടഞ്ഞുകൊണ്ട് മഹാദേവൻ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. കുളിച്ചു കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടും മഹാദേവൻ്റെ നെഞ്ചിന് മുകളിലെ നീറ്റലിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വയറിന് ഇടത്തുവശത്തും അതേ അവസ്ഥ. നേരെ പോയി മുറിയിലെ അലമാരയുടെ മുൻപിൽ പോയി നിന്നവൻ. ഇതെങ്ങനെ? നെഞ്ചിന് മുകളിലും വയറിൻ്റെ ഒരു വശത്തുമായി നീണ്ടു ചുവന്ന് കിടക്കുന്ന പോറൽ അവനെ ഇരുത്തി ചിന്തിപ്പിച്ചു. പക്ഷെ എത്രയൊക്കെ ആലോചിച്ചിട്ടും അതെങ്ങനെ ഉണ്ടായി എന്ന് മാത്രം അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ഉണ്ടായിരുന്നില്ലിത്. തൊടിയിലേക്ക് പോകുമ്പോഴും ഇല്ലായിരുന്നു. പിന്നീട് ഇത് എപ്പോഴാണ് ഉണ്ടായത്? അവൻ ഓരോന്നും വളരെ ശ്രദ്ധയോടെ ഓർത്തെടുത്തു. കുറേ നേരത്തെ കൂലംകുഷിതമായ ചിന്തകൾക്കൊടുവിലാണ് ആ പോറലുകൾക്ക് കാരണം വൈശാഖിയുടെ നഖങ്ങളാണെന്നുള്ള സത്യം അവൻ മനസ്സിലാക്കുന്നത്. ചെളിയിൽ ഉരുണ്ട് പരണ്ട് വീണപ്പോൾ അവൾ തന്നെ അള്ളിപ്പിടിച്ചതിൻ്റെ അടയാളങ്ങൾ. ഈ പെണ്ണ്. അവൻ ആ ചുവന്ന പാടുകളിലൂടെ വിരലുകൾ ഓടിച്ചു. എന്നിട്ട് ഒരു ടീഷർട്ട് എടുത്തുകൊണ്ട് മുറിയുടെ പുറത്തേക്കിറങ്ങി. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാൻ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും പോവുകയും ചെയ്യണം കേട്ടോ. അപ്പം നാളെ കാണാവേ.